ഹായ്, അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈലാണ്. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ന് നമ്മളൊരു വെയിറ്റ് ലോസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നുന്നുണ്ട്, അതിന് എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന്. അപ്പം ഞാൻ എക്സസൈസ് ചെയ്ത് വെയിറ്റ് മുമ്പ് പണ്ട് ഒരു 7-8 വർഷം മുമ്പ് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എക്സസൈസ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാൻ കുറച്ച് പാടാണ് ചേച്ചി, വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു വാട്ടർ തെറാപ്പിയുടെ കാര്യം ഓർത്തത്. ഈ വാട്ടർ തെറാപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നൊരു ഞാനൊരു 20 വയസ്സ് ആ സമയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നും എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയതാണ്. പിന്നെ ഞാൻ ഡെലിവറിക്ക് ശേഷം നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കൊരു 70 kg വരെ ആയിട്ടുണ്ട്, 70 കിലോ വരെ ആയിട്ടുണ്ട്. അതിന് ഞാനൊരു 58 കിലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ ഈ ഒരു കാര്യം വാട്ടർ തെറാപ്പിയാണ് ചെയ്തത്. കാരണം നമുക്ക് ആ സമയത്ത് ഫീഡിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് പാടായിരുന്നു. എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് പാടാണ്, ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വാട്ടർ തെറാപ്പി, ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്തിട്ടാണ് എൻ്റെ ആ ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്ത് ഞാനൊരു 58 കിലോ ആക്കിയത്. അതായത് 12 kg എനിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 70-ൽ നിന്ന് 12-ലേക്ക് എത്തി. നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ അറിയാം, അത്യാവശ്യം ഞാൻ നല്ല വണ്ണം വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. ആ സമയത്ത് എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് വണ്ണം കുറയോ അങ്ങനത്തെ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ചിലർ ഇങ്ങനെ വണ്ണം വെച്ചാൽ കുറയാത്ത അങ്ങനെ വരുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് എനിക്ക് എൻ്റെ ആ ഒരു അത്രയും എനിക്ക് ആവശ്യത്തിനുള്ള വണ്ണം മതി, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓവറായിട്ട് വണ്ണം വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരുമാതിരി ഒരു ടെൻഷനാണ്, അയ്യോ വണ്ണം കൂടിപ്പോയി, അങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിൽ വരും കേട്ടോ. അപ്പോൾ എനിക്കത് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തതാണ് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി. മുന്നേ ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഇപ്പോഴും ചെയ്തത്. പക്ഷേ മുന്നേ എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെലിവറി സമയത്ത് എല്ലാവർക്കും വരുന്നതാണ്, നോർമലിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അല്ലാതെയും എല്ലാവർക്കും ചെയ്ത് വരാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് തരം ഫുഡ് വേണമെങ്കിലും കഴിക്കാം, യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. നമുക്ക് ഈ ഫുഡ് എന്ത് തരം ഫുഡ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷേ ഈ ഫുഡ് കഴിക്കുമ്പോൾ അതിന് കുറച്ച് രീതികളുണ്ട്, ആ രീതിയിൽ മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്ന് മാത്രം. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വാട്ടർ തെറാപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുക കേട്ടോ. 4 ഗ്ലാസ് വെള്ളം നമ്മൾ ചായയോ പാലോ അങ്ങനെയൊന്നുമല്ല, വെറും നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത്. അത് 4 ഗ്ലാസ് കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഇപ്പോൾ ഇങ്ങനെ വെള്ളം 4 ഗ്ലാസ് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലർ രാവിലെ വെള്ളം കുടിക്കുന്നവർ കാണും. ഞാൻ 1 ഗ്ലാസ് വെള്ളമൊക്കെ മുന്നേ കുടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ 4 ഗ്ലാസ് എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ചെയ്തു വന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം 1 ഗ്ലാസ് കുടിച്ചു, രണ്ടാമത്തെ ദിവസം 2 ഗ്ലാസ് ആക്കി, മൂന്നാമത്തെ ദിവസം 3 ഗ്ലാസ് ആക്കി, നാലാമത്തെ ദിവസം 4 ഗ്ലാസ് ആക്കി. അപ്പോൾ പതുക്കെ നമുക്ക് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 4 ഗ്ലാസ് വെള്ളം ഉറക്കം എഴുന്നേറ്റ ഉടനെ ബ്രഷ് ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ചെയ്യലും നമ്മൾ ഫ്രഷ് ആവക്കും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 45 മിനിറ്റ് കഴിയും. അപ്പോൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം 45 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഉറക്കം എഴുന്നേറ്റ് വന്ന് 4 ഗ്ലാസ് വെള്ളം കുടിച്ച് 45 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നിന്നുകൊണ്ട് കഴിക്കരുത്, ഇരുന്നുകൊണ്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അതും വളരെ പതുക്കെ നമ്മൾ ചവച്ച് നല്ല സമയമെടുത്ത് വളരെ പതുക്കെ ഫുഡ് കഴിക്കുക കേട്ടോ. ഒരു 50 മിനിറ്റ്സ് എങ്കിലും എടുക്കുക. കൂടെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല, ആ ഒരു കാര്യം ആരും മറക്കരുത്. നമ്മൾ കൂടെ വെള്ളം കുടിക്കാനേ പാടില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്, ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുകയേ ചെയ്യരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ശീലിച്ച് വന്നത്, അപ്പോൾ നിങ്ങളത് കൺട്രോൾ ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക്
തൊണ്ടയിൽ മുള്ളു കുടുങ്ങി അല്ലെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി ഇക്കിള് വരി അങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ മാത്രം വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഫുഡും വെള്ളവും നമ്മൾ ഒന്നിച്ച് കഴിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ച് കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാവൂ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇതാണ് നമ്മൾ ഫോളോ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളം നമ്മൾ എഴുന്നേറ്റ ഉടനെ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക സമയം. അത് കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം കുടിക്കാനേ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കരുത്, ഇരുന്നുകൊണ്ട് സാവകാശം 50 മിനിറ്റ്സ് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ടൈം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു 7:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെങ്കിൽ 8:45 9:45 ആകുമ്പോഴത്തേക്കും 9:45 കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ ഓക്കെ, വെള്ളം ആ സമയത്ത് നമ്മൾ വെള്ളം ഫുള്ള് നന്നായിട്ട് കുടിക്കുക. നന്നായിട്ട് കുടിച്ചതിന് ശേഷം വെള്ളം കുടിച്ച് പിന്നെയും നമ്മളൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഈ ഓരോ ഡേയും തുടർന്ന് വരേണ്ടത്. ഓക്കെ, ഫുഡും വെള്ളവും ഒരിക്കലും നമ്മൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളം കുടിക്കാവുള്ളൂ. വെള്ളം കുടിച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് കുറയുന്നുള്ള കാര്യത്തിൽ ഞാൻ 101% ഉറപ്പ് തരുന്നത് കേട്ടോ. മുമ്പ് ഒരു 20 വയസ്സൊക്കെ ഉള്ള ആ സമയത്ത് ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ ഒരു വാട്ടർ തെറാപ്പി ആദ്യമായിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്കൊരു 3 ആഴ്ചയിൽ ഏകദേശം ഒരു 4 കിലോയോ മറ്റോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര അതിശയമായിരുന്നു. അയ്യോ, എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഡെലിവറിക്ക് ശേഷമാണ്. അപ്പോഴും എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 6 മാസം കൊണ്ട് 12 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയാണ് കൺട്രോൾ ചെയ്ത് വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ നമ്മളിപ്പോൾ ഫുഡും വെള്ളവും ഒക്കെ ഒന്നിച്ച് കുടിച്ചും കഴിച്ചുമാണ് നമ്മൾ ശീലിക്കുന്നത്. അപ്പോൾ ഈ ശീലം ഒന്ന് മാറ്റിയെടുക്കാൻ കുറച്ചൊരു ഇത് കാണും. അപ്പോൾ പതിയെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് വരിക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയും. പ്ലസ് നമ്മുടെ ഫേസ് കുറച്ചൊന്ന് മുഖക്കുരു ടോക്സിൻസ് ഒക്കെ നമ്മളെ ശരീരത്തുള്ള അതൊക്കെ റിമൂവായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മളെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റൻ ആവാൻ വളരെയധികം നല്ലതാണ്. ഗ്ലോ വരും. പിന്നെ മുഖക്കുരു ഒക്കെ എനിക്ക് ആ സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോളായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതി ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കണം. എക്സസൈസ് ചെയ്ത് എനിക്ക് കുറയ്ക്കാൻ വളരെ പാടാണ്. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് അങ്ങനെ ഇന്ന ഫുഡൊന്നും പഞ്ചസാരയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ഭയങ്കര മടിയാണെന്നുള്ളവർക്ക് ഈ ഒരു രീതി ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഈ കഴിക്കുന്നതിന് ഈ ഒരു രീതി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒന്നിച്ച് പറ്റുന്നില്ലെങ്കിൽ ആദ്യം 1 ഗ്ലാസ്, രണ്ടാമത് 2 ഗ്ലാസ്, അങ്ങനെ 4 ദിവസമാകുമ്പോൾ 4 ഗ്ലാസ് ആക്കി പിന്നെ തുടർന്ന് 4 ഗ്ലാസ് കുടിച്ചതിന് ശേഷം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം കേട്ടോ. വേറെ വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും നമുക്ക് അടുത്ത എന്താണോ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്ത് വരേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ചേച്ചി രാവിലെ ചായ കുടിക്കുമല്ലോ നമ്മൾ, അപ്പോൾ ആ ചായ എപ്പോഴാണ് കുടിക്കേണ്ടത്? അപ്പോൾ രാവിലെ നിങ്ങൾ ഒരിക്കലും വെറും വയറ്റിൽ ചായ കുടിക്കരുത് കേട്ടോ. ഈ ഒരു വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. എന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ എന്ന് മാത്രം കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് ഉടനെ നമ്മൾ 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ 3/4 മണിക്കൂർ ആവില്ല. ആ സമയത്ത് നിങ്ങൾ ചായ കുടിക്കുക. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ വെള്ളം കുടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയാണ് നിങ്ങൾ ചെയ്ത് വരേണ്ടത്. വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് വെയിറ്റ് കുറയും കേട്ടോ. വെയിറ്റ് കുറയണമെന്ന് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്ക് ആവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തുടങ്ങൂ. ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. എൻ്റെ തമ്പനയിൽ ഞാൻ പിന്നെയും പറയുകയാണ്, നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ ഒരു വ്യത്യാസം. നന്നായിട്ട് ഞാൻ 6 മാസം കൊണ്ട് 12 കിലോ കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇങ്ങനെ ആഗ്രഹം വന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് തുടങ്ങുക. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അധികം റിസൾട്ട് കിട്ടിയതാണ്. ഞാനും ഇതുപോലെ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷമാണ് അന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ വാച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടോ എന്നൊക്കെ തിരക്കിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അധികം നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ റിസൾട്ട് എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ കമൻസും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.